ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രിഗ്നോമെട്രിക് പാർട്ടിൽ നിന്ന് നമ്മുടെ SSLC എക്സാമിനേഷന് ചോദിച്ചിട്ടൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡലിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ നടത്തുന്നതായിരിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇപ്പം നമ്മൾ ട്രിഗ്നോമെട്രിക്കലായിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ടവർ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ടവർ ഉണ്ട്, നമ്മൾ ഈ ടവറിന്റെ മുകളിൽ താഴെ നിൽക്കുന്നു. നമ്മൾ ടവറിന്റെ താഴെ നിൽക്കുന്നു. നമ്മൾ ടവറിന്റെ താഴെ നിന്നിട്ട് ഈ പറയപ്പെടുന്ന ടവറിന്റെ മുകളിലേക്ക് നോക്കുന്നു. സോ ബേസിക്കലി ഈ പറയപ്പെടുന്ന ആളെ സംബന്ധിച്ച് ആൾക്കൊരു നോർമൽ വിഷൻ ഉണ്ട്. ഇതാണ് ആളുടെ നോർമൽ വിഷൻ. കറക്റ്റാ? ആ വ്യക്തിയെ സംബന്ധിച്ച് ആൾക്ക് ഒരു നോർമൽ വിഷൻ ഉണ്ട്. സോ ഇദ്ദേഹം ഈ ടവറിന്റെ മുകളിലേക്ക് നോക്കണമെങ്കിൽ അദ്ദേഹം അയാളുടെ കണ്ണ് ഉയർത്തണം, അല്ലെങ്കിൽ നമ്മൾ ആ കണ്ണല്ലെ പെടൽ നമ്മൾ ഈ എലവേറ്റ് ചെയ്യണം. സോ അത് എലവേറ്റ് ചെയ്ത് നമ്മൾ ഈ ടവറിന്റെ മുകളിലേക്ക് നോക്കുന്നു. സോ ഏതെങ്കിലും ഒരു ആംഗിളിൽ എലവേറ്റ് ഉണ്ടാവുന്നുണ്ടാവല്ലോ, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആളുടെ നോർമൽ വ്യൂ ആണ്. ഇത് ആളുടെ എലവേറ്റഡ് വ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ടവറിന്റെ ഹൈറ്റ്. നമ്മളിപ്പോൾ ടവർ എടുക്കുന്നെങ്കിൽ ടവറിന്റെ ഹൈറ്റ്. ഇപ്പൊ നമ്മളൊരു ഹില്ലായിരുന്നെങ്കിൽ അത് ഹില്ലിന്റെ ഹൈറ്റ് ആയിട്ട് വന്നേരെ. സോ നമ്മൾ ഈ പറയപ്പെടുന്ന ആംഗിൾ ഓഫ് ഇലവേഷനെ ഇപ്പൊ ഈ ട്രയാങ്കിളെ നമ്മൾ ABC ആയിട്ട് അസ്യൂം ചെയ്താൽ, ഈ ആംഗിളിനെ നമ്മൾ തീറ്റ ആയിട്ട് അസ്യൂം ചെയ്താൽ, നമ്മൾ ഇഫ് യു ആർ ടേക്കിംഗ് സൈൻ തീറ്റ ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഏതാ? AC. BC ഡിവൈഡ് ബൈ AC എന്ന് കിട്ടും. സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിന്റെ വാല്യൂ അറിയാമെങ്കിൽ, ഈ ആംഗിളിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കാം. അതുപോലെ ഇതിനകത്ത് BCയോ ACയോ അറിയാമെങ്കിൽ അതർ വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിലൂടെ മനസ്സിലാവും. എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് an elevation of 80 degree. Stepping 20 meters back, he sees it an elevation of 40 degree. Draw a rough figure. Calculate the height of the tower. അതായത് ഒരു ചൈൽഡ് ഒരു ടെലിഫോൺ ടവറിന്റെ മുമ്പിൽ നിൽക്കുവാണ്. നമുക്കൊരു ടെലിഫോൺ ടവർ ഉണ്ട്, അതിന് മുമ്പിൽ ഒരു ചൈൽഡ് നിൽക്കുന്നു. ആ പറയപ്പെടുന്ന ചൈൽഡ് എന്ന് പറയുന്നത് 80 ഡിഗ്രി എലവേഷനിൽ ടവറിന്റെ ടോപ്പ് കാണുന്നു. അതായത് ഇപ്പൊ അസ്യൂം ചെയ്താൽ ഇവിടെയാണ് ചൈൽഡ് നിൽക്കുന്നതെങ്കിൽ ചൈൽഡ് 80 ഡിഗ്രി എലവേഷനിൽ ഇതിന് ടോപ്പ് കാണുന്നു. സോ 80 ഡിഗ്രി എലവേഷനിൽ ടവറിന്റെ ടോപ്പ് കാണും. സോ 80 ഡിഗ്രി എലവേഷൻ. ഓക്കെ, ദെൻ അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പിംഗ് 20 meters ബാക്ക്, 20 മീറ്റർ പുറകോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് ദ ടവർ അറ്റ് ആൻ എലവേഷൻ ഓഫ് 40 ഡിഗ്രി. ഇപ്പൊ നമ്മൾ റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മളിവിടെ നോക്കിയാൽ ഇത് 80 ഡിഗ്രിയാണ്. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ടോട്ടൽ ആംഗിൾ 180 വരണം. സോ ഇതെന്ന് പറയുന്നത് 100 ഡിഗ്രി എന്ന് വരും. ക്ലിയറാ? ഇത് 100 ഡിഗ്രി എന്ന് വരും. സോ ഇത് 40, ഇത് 140. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180. സോ ഇത് 140 വന്നു. സോ റിമൈനിങ് എന്ന് പറയുന്നത് 40 ഡിഗ്രി. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും. സോ നമ്മൾ നോക്കിയാൽ ഇത് 40 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. അപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന്റെ ലെന്ത് 20 ആണെങ്കിൽ ഇതിന്റെ ലെന്ത് എന്ന് പറയുന്നത് 20 തന്നെ ആയിരിക്കും. കറക്റ്റാ? നമുക്ക് എന്താ വേണ്ടേ? ടവറിന്റെ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട് 80. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം 20 എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പം ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോട്ടനസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കാം. ഏതാണ്? സൈൻ. അപ്പൊ നമ്മൾ സൈൻ 80 എടുക്കുക. സൈൻ 80 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് H ഡിവൈഡ് ബൈ വാട്ട് ഈസ് ഹൈപ്പോട്ടനസ്? ഹൈപ്പോട്ടനസിന്റെ വാല്യൂ 20. Therefore H is equal to 20 into sin 80. 20 into sin 80. So 20 into sin 80യുടെ വാല്യൂ എത്രയാണ്? 0.98. 20 into 0.98. 20 into 0.98 എന്ന് പറയുമ്പോൾ 19.6 മീറ്റേഴ്സ് എന്ന് കിട്ടും. സോ അപ്പൊ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 19.6 മീറ്റർ ആയിരിക്കും. ഇനി അതല്ല നമ്മളോട് ചോദിച്ചിരുന്നത് ആദ്യം ചൈൽഡ് എത്ര ദൂരത്താണ് ടവറിൽ നിന്നതെന്ന് ചോദിച്ചിരുന്നത്. നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. 80 ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡാണ്. അപ്പൊ നമ്മൾ cos 80 എടുത്താൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്, അവിടെ നിന്ന് അഡ്ജസന്റ് സൈഡിന്റെ ലെന്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമായിരുന്നു. ക്ലിയറാ? സോ നമുക്ക് ഓരോ സിറ്റുവേഷൻസിന്റെ ട്രിഗ്നോമെട്രിക് ഇക്വേഷനെ മാറ്റി അല്ലെ ഫംഗ്ഷൻസിനെ മാറ്റി ഉപയോഗിച്ച് റിക്വയർഡ് ക്വാണ്ടിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.